ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഓണം സ്പെഷ്യൽ ഹെയർ ബാൻഡാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഈ 1 ഇഞ്ചിൻ്റെ ഗോൾഡൻ കളർ സാറ്റിൻ റിബൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആ 1 ഇഞ്ചിൻ്റെ സാറ്റിൻ റിബണിൽ നിന്നും ഇത്ര വലുപ്പത്തിലുള്ള പീസുകളാണ് വേണ്ടത്. 7 സെൻറ്റിമീറ്റർ ലെങ്ത്തിലും 2.5 സെൻറ്റിമീറ്റർ ഓൾറെഡി വിടുത്തുണ്ടാവും. അത് 1 ഇഞ്ച് എന്ന് പറഞ്ഞത് 2.5 സെൻറ്റിമീറ്റർ വിടുത്താണ്. അപ്പോൾ 7 സെൻറ്റിമീറ്റർ ലെങ്ത്തും കൂടെ എടുത്തിട്ട് നമ്മൾ പീസുകളായിട്ട് കട്ട് ചെയ്യണം. അങ്ങനെ 5 പീസുകളാണ് നമുക്ക് വേണ്ടത്. 5 പെറ്റൽസാണ് നമ്മൾ ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു റിബണിൻ്റെ അറ്റത്ത് നൂല് വിട്ട് പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട്. 5 പീസുകളും അങ്ങനെ ഒന്ന് ഉരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഓണത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഹെയർ ബാൻഡാണ്. ഇനി നമുക്ക് എങ്ങനെ ഈ ഒരു പെറ്റൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിൽ കാണുന്ന അതേപോലെ സെൻറ്റർ ഇങ്ങോട്ട് മടക്കി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഈ ഒരു അറ്റത്ത് ലൈറ്റർ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ ഒട്ടി നിൽക്കും. പിന്നെ നമ്മളിതാ ഒന്ന് സെൻറ്ററിൽ വെച്ച് താഴോട്ടും 2 സൈഡിൽ നിന്നും മുകളിലോട്ടും വീഡിയോയിൽ കാണുന്ന അതേപോലെ ഒന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് നമുക്കൊന്നും കൂടെ ഉരുക്കിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പെറ്റൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 5 പെറ്റലും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. ഒന്നും കൂടെ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ഈ ഒരു റിബൺ ഇങ്ങനെ മടക്കി കൊടുക്കുക. പിന്നെ ഇത് ഇങ്ങോട്ടൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ അറ്റത്തൊന്ന് ലൈറ്റർ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഉരുക്കിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഭാഗത്ത് ലൈറ്റർ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ ഒന്ന് ഒട്ടി നിൽക്കും. പിന്നെ ഇതിൻ്റെ സെൻറ്റർ വെച്ചിട്ട് താഴോട്ടും 2 സൈഡും ഇങ്ങനെ മുകളിലോട്ടുമായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് അവിടെയും ജസ്റ്റ് ഒന്ന് ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ഉരുക്കി പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതാ കണ്ടില്ലേ, ഇതുപോലെ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പെറ്റലും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ 5 എണ്ണമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 5 പെറ്റലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 5 പെറ്റൽസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സൂചി നൂലുമാണ് വേണ്ടത്. സൂചി നൂല് ഞാനിപ്പോൾ ഇവിടെ ബ്ലാക്കാണ് നൂലെടുത്തിട്ടുള്ളത്. ഗോൾഡൻ കളറ് നൂലുണ്ടെങ്കിൽ അതെടുത്താൽ ഒന്നും കൂടിയും ബെറ്റർ അതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പെറ്റൽസ് നമ്മൾ ഈ ഒരു സൂചിയിൽ കോർത്തെടുക്കണം. കോർക്കുമ്പോൾ ഈ ഒരു പെറ്റൽസിൻ്റെ ഒരേ ഭാഗം മുകളിലോട്ടായിട്ട് വരാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്കിത് ഒന്ന് വലിച്ചു കൊടുക്കാം. ശേഷം നമ്മൾ ഫസ്റ്റ് കോർത്ത് കൊടുത്തിട്ടുള്ള നൂലിൻ്റെ ഉള്ളിലൂടെ ഒന്ന് സൂചി ഇട്ടിട്ടൊന്ന് വലിച്ച് തുന്നി കൊടുക്കാം. അപ്പോൾ വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ബുദ്ധിമുട്ടുമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ ഒരു ഫസ്റ്റത്തെയും ഇതൾ വെച്ചിട്ടൊന്ന് ജസ്റ്റ് അവിടെ തുന്നി കൊടുക്കാം. ബാക്കിലോട്ട് കാണാത്ത രീതിയിലൊന്ന് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതേപോലെയാണ് ഫ്ലവർ കിട്ടുക. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് നൂല് ഊരി പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലോക്കും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ, ഇതിൻ്റെ ബാക്കിലോട്ടായിട്ട് തന്നെ. അപ്പോൾ ഈ ബ്ലാക്ക് നൂലിന് പകരം ഗോൾഡൻ കളർ നൂല് തന്നെ ആണെങ്കിൽ അപ്പോൾ അത് കാണാണ്ട് ഒന്നും കൂടി നല്ല നീറ്റായിട്ട് നിൽക്കും. അപ്പോൾ ഇതാ ബാക്കിയുള്ള നൂലുകളൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലവർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവറിൽ വേണമെങ്കിൽ ഒരു സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാം. സ്റ്റോൺ എന്തെങ്കിലും ഒന്ന് സെൻറ്ററിൽ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ സ്റ്റോൺ ജസ്റ്റ് വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒട്ടിച്ച് കൊടുക്കുന്നത് ഒരു ഗോൾഡൻ കളർ ഫോം ഫ്ലവറാണ്. അപ്പോൾ സ്റ്റോൺ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ ഈ ഒരു ഗോൾഡൻ കളർ ഫോം ഫ്ലവറാണ് ഞാൻ ഇതിൽ ഒട്ടിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗ്ലൂ ഗണ്ണ് ഇതിൻ്റെ ഈ ഫ്ലവറിലൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഫ്ലവർ ഇവിടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഹെയർ ബാൻഡിലേക്കുള്ള ഫ്ലവർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബ്ലാക്ക് സാറ്റിൻ കവേർഡ് ഹെയർ ബാൻഡ് എടുക്കാം. അതല്ലെങ്കിൽ ഗോൾഡൻ കളർ ഹെയർ ബാൻഡ് എടുക്കാം. അതല്ലെങ്കിൽ ഈ സാറ്റിൻ ചുറ്റിയ ഈ ഒരു കളർ സെയിം കളർ ഹെയർ ബാൻഡും എടുക്കാം. ബ്ലാക്ക് എല്ലാത്തിനും മാച്ച് ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ ബ്ലാക്ക് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു ഫ്ലവറിനെ അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ ഒരു ക്യാൻവാസിൻ്റെ പീസോ ഒരു ഫെൽറ്റ് ഷീറ്റിൻ്റെ പീസൊക്കെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഗം അപ്ലൈ ചെയ്തിട്ട് അതും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ഈ ഒരു ഹെയർ ബാൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുവരെ ആയിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.